വ്ളോഗായിട്ടാണ് ഗൈസ് വന്നേക്കുന്നത്. എൻ്റെ അമ്മ ചെങ്ങന്നൂരിൽ പോകുന്ന അറിഞ്ഞപ്പോഴത്തേക്കും ഞാനും അങ്ങ് ചാടി ഇറങ്ങി. നമ്മൾ കുറേ നാളായി ഗൈസ് പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട്. സ്കൂളൊക്കെ കുറേ ദിവസം ഇല്ലായിരുന്നല്ലോ ഗൈസ്. അപ്പോൾ നമ്മൾ എൻ്റെ മമ്മി ഇറങ്ങുന്ന കാണുന്നെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഞാനും ഇറങ്ങി. നമ്മൾ സ്കൂട്ടറിലാണ് ഗൈസ് പോകുന്നത്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരാണ് കുറിച്ചുമുട്ടം. ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് വെള്ളം കയറി കിടക്കുന്ന സ്ഥലമാണ് ഗൈസ് കേട്ടോ. നല്ലതായിട്ട് വെള്ളം കയറി കിടപ്പുണ്ട്. ഇവിടെയൊക്കെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാവുന്നിടുക. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡിൽ ഒരു ഇരിപ്പടവും ഒരു ഊഞ്ഞാലും ഒക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ചന്തയിലെത്തിയ ഗൈസ്. നമ്മൾ ചന്തയിലെത്തുമ്പോൾ നമ്മൾ ചന്തയിൽ എന്തിനാണ് വന്നതെന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് ബീഫ് വാങ്ങാനാണ് നമ്മൾ ചന്തയിലെത്തിയത്. അപ്പോൾ നമ്മൾ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ കയറിയ ഗൈസ് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നേ ഗൈസ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ട്രോൾ ഉരുട്ടിക്കൊണ്ട് കിടക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ട്രോൾ തന്നെ എടുത്തേ ഗൈസ്. പിന്നെ ഇവിടെ ഇഷ്ടം പോലെ ക്യൂട്ടസിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നേ ഗൈസ്. നമ്മളിങ്ങനെ നോക്കത്തോളം ഒന്നും വാങ്ങിക്കത്തില്ല ഗൈസ്. പിന്നെ ഇവിടെ ലസ്സി ഉണ്ടായിരുന്നു ഗൈസ്. അത് പിന്നെ നമ്മുടെ മെയിൻ സാധനമാണ് ഗൈസ് ലസ്സിക്ക് ഞാൻ ലസ്സി ഒരു ബ്ലൂബെറിയുടെയാണ് ഗൈസ് എടുത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. പിന്നെ നമ്മുടെ പ്രോട്ടീനുള്ള ഒരു കോൺ എടുത്തേ ഗൈസ്. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ മെയിൻ സാധനം ചോക്ലേറ്റ്, അതെടുക്കാതെ പിന്നെ ഒരു രക്ഷയില്ല ഗൈസ്. അത് മറക്കത്തില്ല ഗൈസ്. അങ്ങനെ നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ച് വെളിയിൽ ഇറങ്ങിയ ഗൈസ്. പിന്നെ കവർ വാങ്ങിക്കാൻ കാശില്ലാത്തതുകൊണ്ട് കയ്യിലും കഷത്തിലും ഒക്കെ വെച്ചാണ് ഗൈസ് നമ്മൾ പോയത്. അങ്ങനെ പിന്നെയും നമ്മൾ വീണ്ടും പോയത് നമ്മളെ ചന്തയിലോട്ട് തന്നെയാണ് ഗൈസ്. ചന്തയിൽ പോയത് നമ്മുടെ ABCയുടെ മറ്റേ ആ വറുത്ത് വരുത്തിയിട്ട് നമ്മൾ തിന്നത്തില്ലേ, അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ അങ്ങ് പറയുവാണേ ഗൈസ്. അത് നമ്മൾ വാങ്ങിച്ചേ ഗൈസ്. പിന്നെ നമ്മുടെ വീട്ടിൽ വന്നപ്പോഴത്തേക്കിന് വിശന്നിരിക്കുമായിരുന്നു. പിന്നെ നമ്മുടെ ബീഫ് കറിയും നമ്മുടെ തൈരും ചോറും കഴിച്ച് ഗൈസ് ഈ സമാധാനമായി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. തെറ്റേ ബേബി ഉമ്മ.